ഹായ്, നമസ്തേ. ഇതെൻ്റെ പൾസർ 150 2005 എടുത്തതാണ്. ഇപ്പം 20 കൊല്ലം പൂർത്തിയായിരിക്കുന്നു. ഇതിൻ്റെ ടെസ്റ്റ് സമയമായിരുന്നു ഈ നവംബർ മാസം. ഞാനിത് ഓർത്തില്ല. ടെസ്റ്റ് സമയമാണെന്ന് കരുതി നവംബർ മാസം ഏതെങ്കിലും അവസാന സമയത്തോ അങ്ങാണം മതി എന്ന് കരുതി ഞാനിങ്ങനെ ഇരുന്നതാണ്. പെട്ടെന്ന് അമ്മയായിട്ട് ഒരു ദിവസം അമ്പലത്തിൽ പോയി. നവംബർ 15-ാം തീയതി പോയപ്പോൾ അമ്മ ലേറ്റായി അമ്പലത്തിൽ നിന്ന് ഇറങ്ങി വരാനായിട്ട്. അങ്ങനെ ഞാൻ വണ്ടിയുടെ അകത്ത് ഒന്ന് തപ്പി നോക്കിയപ്പോൾ അതിൻ്റെ പേപ്പറൊക്കെ ആദ്യം ഇരിപ്പുണ്ടായിരുന്നു. അങ്ങനെ അതെടുത്ത് വെച്ച് നോക്കുമ്പം നവംബർ 18-ാം തീയതിയാണ് ഇതിൻ്റെ ലാസ്റ്റ് ഡേറ്റ്. അങ്ങനെ ഞാൻ പെട്ടെന്ന് ടെസ്റ്റ് ചെയ്യുന്ന പയ്യന്മാരെ വിളിച്ചു, അവൻ്റെ പേപ്പറും കാര്യങ്ങളും ക്ലിയർ ചെയ്യുന്ന പയ്യന്മാരെ വിളിച്ചപ്പോൾ അവന്മാർ പറഞ്ഞു, അണ്ണാ ഒരു ദിവസം മുടങ്ങിയാലും 3500 രൂപ ഫൈൻ അടയ്ക്കണം. ഇനി പിന്നീട് അങ്ങോട്ട് എപ്പോഴായാലും ശരി ഈ 3500 രൂപ അടച്ചേ പറ്റത്തുള്ളൂ. അപ്പം 3500 രൂപ എങ്ങനെ ലാഭിക്കാം? അതായത് ഇനി വർക്ക്ഷോപ്പിൽ കൊണ്ട് കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് ഇത് റെഡിയാക്കി കിട്ടത്തില്ല. അങ്ങനെ ഞാൻ ഒരുപാട് വർക്ക്ഷോപ്പിലൊക്കെ കയറി ഇറങ്ങി അന്നേ ദിവസം. എന്നിട്ട് ഓടി തിരിച്ചു വന്നു. കഴിഞ്ഞ പ്രാവശ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ 35,000 രൂപയാണ് വണ്ടി ടെസ്റ്റിന് വേണ്ടിയിട്ട് മാത്രമായത്. പെയിൻറ്റിങ്ങിന് തന്നെ ഏതാണ്ട് 10-15,000 രൂപയോളമായി. എന്നിട്ടും ആ പെയിൻറ്റിങ് വളരെ മോശമായ രീതിയിലായിരുന്നു കഴിഞ്ഞ പ്രാവശ്യം ചെയ്തു തന്നത്. കാരണം നിലവിൽ കിടന്ന പെയിൻറ്റിൻ്റെ മുകളിൽ കൂടെ പെയിൻറ്റ് അടിച്ചതുകൊണ്ട് ഇതെല്ലാം പൊട്ടി കീറിയിരുന്നു. അതിൻ്റെ ഫോട്ടോയാണ് ഞാൻ ആദ്യത്തെ വീഡിയോയുടെ ആദ്യ ഭാഗം നിങ്ങൾക്ക് കാണാൻ സാധിച്ചത്. അപ്പം എന്തായാലും ഈ പ്രാവശ്യം നല്ല രീതി ഒന്ന് ചെയ്യണം. ഇല്ലെന്നുണ്ടെങ്കിൽ ഞാൻ തന്നെ മെനക്കെട്ടിരുന്ന് ചെയ്യാമെന്നുള്ളൊരു ധാരണ എനിക്ക് ഉള്ളതുകൊണ്ട് ഞാൻ ടൈം ആവട്ടെ എന്ന് കരുതി ഇരുന്നതാണ്. പക്ഷേ ഇത്രയും പെട്ടെന്ന് ടൈം അടുത്തെന്നുള്ളത് ഞാൻ ഓർത്തതുമില്ല. ഇതേ കണക്ക് ഫൈനാവുമെന്നും ഞാൻ ഓർത്തില്ല. അങ്ങനെ നേരെ വർക്ക്ഷോപ്പിൽ ചെന്ന് ചോദിച്ചപ്പോഴത്തെ അവർക്ക് എന്തായാലും 3, 4, 5 ദിവസത്തെ ടൈം വേണമെന്ന് പറഞ്ഞു. പിന്നെ മെക്കാനിക്കൽ ഭാഗം എല്ലാം ക്ലിയർ ആയതുകൊണ്ട് നേരെ ഞാൻ വർക്ക്ഷോപ്പിലേക്ക് ചെന്ന് മെക്കാനിക്കൽ ഭാഗം എന്ന് വെച്ച് കഴിഞ്ഞാൽ അന്നേരം വരുന്ന കംപ്ലയിൻറ്റുകളെല്ലാം പെട്ടെന്ന് അങ്ങ് ക്ലിയർ ആക്കും. കാരണം നമ്മളങ്ങനെ വെച്ചുകൊണ്ടിരിക്കത്തില്ല, ഒരു പണിയും പിന്നീടാവട്ടെ എന്ന് പറഞ്ഞ് വെച്ചുകൊണ്ടിരിക്കത്തില്ല, പെട്ടെന്ന് ക്ലിയർ ചെയ്യും. അങ്ങനെ നേരെ പെയിൻറ്റ് കടയിൽ ചെന്നിട്ട് പെയിൻറ്റും വാങ്ങി. ഏതാണ്ട് 3500 രൂപയ്ക്കകത്തേ ആയുള്ളൂ പെയിൻറ്റിന്. പിന്നെ കംപ്രസർ മെഷീന് 250 രൂപ വാടക. ഇത്രേ ആയുള്ളൂ എനിക്ക് ചിലവ് എന്ന് പറയുന്നത്. പിന്നെ 2 ദിവസം മെനക്കെട്ടിരുന്ന് ചെയ്തു. മെനക്കെട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ തീരെ ടൈം ഇല്ലാത്തത് കൊണ്ടും അന്നേ ദിവസം ഭയങ്കര മഴയൊക്കെ ആയതുകൊണ്ടും ഇത് ഇളക്കിയെടുത്ത് വണ്ടി സിറ്റോട്ടി കയറ്റി വെച്ച് പിന്നെ അവസാനം വീട്ടിനകത്ത് കയറ്റിയാണ് ഇതിൻ്റെ പോളിഷും കാര്യങ്ങളെല്ലാം ചെയ്തത്. അത്ര ഒട്ടും ടൈമില്ലാത്തതുകൊണ്ട് ഒരുവിധം, കാരണം എന്ന് വെച്ചാൽ ഇതിൻ്റെ പെയിൻറ്റ് റിമൂവർ എന്ന് പറഞ്ഞൊരു സാധനം മേടിച്ച് ഇതിൻ്റെ ഫൈബറിനകത്ത് വരെ ഞാൻ ഫൈബറിൽ വരെ ഇളകിയിരുന്നത്. അതൊക്കെ ഒരു വലിയ പ്രയാസപ്പെട്ട് ഗ്രൈൻഡൊക്കെ ചെയ്ത് ക്ലിയർ ചെയ്ത്, എന്നാലും അത്ര ഫിനിഷിംഗ് ഒന്നും ആയിട്ടില്ല. കുറച്ച് ടൈമും കൂടെ കിട്ടിയായിരുന്നെങ്കിൽ എനിക്കിത് നല്ല വൃത്തിയായിട്ട് ചെയ്യാൻ പറ്റുമായിരുന്നു. പിന്നെ ഈ വണ്ടിയിൽ പെയിൻ്റ് അടിക്കുന്നത് ആദ്യമായിട്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു ചെറിയ കുഴപ്പങ്ങളും പിന്നെ ഇതെല്ലാം ഫുള്ള് ഞാൻ തന്നെ ഇളക്കിയെടുത്ത് ക്ലിയർ ചെയ്തിട്ടാണ് ഇത് ചെയ്തത്. അപ്പം വലിയ കുഴപ്പങ്ങളൊന്നുമില്ലാതെ നല്ല രീതിയിൽ പെയിൻ്റ് അടിച്ച് പോളിഷ് ചെയ്ത് എല്ലാം വെച്ചിട്ട് പിറ്റേന്ന് രാവിലെ എണീറ്റിട്ട് നേരെ ആശ്രാമം ഗ്രൗണ്ടിൽ കൊണ്ടുപോയി. ഗ്രൗണ്ടിൽ കൊണ്ടുവന്ന് പണ്ട് ടെസ്റ്റ് നടന്നടുത്തല്ലായിരുന്നു ടെസ്റ്റ്. പിന്നെ അവിടുന്ന് വണ്ടി നേരെ കൊണ്ടുവന്ന് നമ്മുടെ ആശ്രാമം മൈതാനത്ത് കൊണ്ടുവന്ന് എല്ലാ വണ്ടികളുടെ കൂടെ കൊണ്ടുവന്ന് നിരത്തി വെച്ചപ്പോഴത്തേക്കും മനസ്സിനൊരു ആശ്വാസമായി. എന്തായാലും ഒരു കുഴപ്പങ്ങളൊന്നുമില്ലാതെ ടെസ്റ്റ് നല്ല രീതിയിൽ പാസ്സായി കിട്ടുകയും ചെയ്ത് അമ്മയായിട്ടൊന്ന് കറങ്ങാനും ഇറങ്ങി. എങ്ങനെയുണ്ട് നമ്മുടെ വർക്ക്? എല്ലാവർക്കും ഇഷ്ടമായില്ലേ? നിങ്ങളും ശ്രമിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഇത് നടക്കുന്നതാണ്.